ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് മറ്റൊരു ടോപ്പിക്കാണ്. ബോണ്ട് വാല്യുവേഷനുമായി ബന്ധപ്പെട്ട് വരാവുന്ന മറ്റൊരു ടോപ്പിക്, ദറ്റ് ഈസ് ബോണ്ട് പ്രൈസ് തിയറംസ്. ബോണ്ടിൻ്റെ വാല്യുവേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്വീകരിക്കാവുന്ന ചില അസംഷൻസ്, ഓക്കെ, ചില പോസ്റ്റുലേഷൻസ്, അതിനെ തിയറംസ് ആയിട്ട് അറിയപ്പെടും. അപ്പോൾ അതിനെ ബോണ്ട് പ്രൈസ് തിയറംസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. ഇങ്ങനെ പ്രധാനമായിട്ടും 5 തിയറംസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആ തിയറം എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ബോണ്ടിൻ്റെ പ്രൈസ് എന്താണ്. ഈ പ്രൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിലുള്ള പ്രൈസാണ് കേട്ടോ. അപ്പോൾ ബോണ്ട് പ്രൈസ് ഹിയർ മീൻസ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ബോണ്ട്. എന്ത് പ്രൈസാണ്? മാർക്കറ്റ് പ്രൈസ്. ഒരു ബോണ്ട് അല്ലെങ്കിൽ ഡിബഞ്ചറിൻ്റെ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള വില ചില പ്രത്യേക ഘടകങ്ങളെ ആശ്രയിച്ചിട്ട് കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യും. ക്ലിയർ? അപ്പം ഇങ്ങനെ കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുള്ള ബോണ്ടിൻ്റെ പ്രൈസിനെ സംബന്ധിക്കുന്ന ചില വേരിയബിൾസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ്, ആ ഫാക്ടേഴ്സിനെ കുറിച്ചും എന്തൊക്കെ മാറ്റങ്ങളാണ് അതിൻ്റെ ഫലമായിട്ട് വരിക എന്നതിനെക്കുറിച്ചും ഒക്കെയാണ് ഈ തിയറംസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇപ്പോൾ കുറേ നമ്മൾ ബോണ്ടുകളുടെ പ്രൈസിൻ്റെ വേരിയേഷനെ കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസിൻ്റെ പ്രൈസിങ്ങിനെ കുറിച്ചുള്ള സ്റ്റഡീസും അനാലിസിസും റിസർച്ചൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്താണ് ഈ തിയറി. അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ബോണ്ടിന് അല്ലെങ്കിൽ ബോണ്ടിൻ്റെ മാർക്കറ്റ് പ്രൈസിന് താഴെ പറയുന്ന ഘടകങ്ങളുമായിട്ട്, ഫാക്ടേഴ്സുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. ക്ലിയർ? ചിലത് ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്, ചിലത് ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്, ചിലത് പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. ക്ലിയർ? ചിലത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്, വേറെ ചിലത് നോട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഇങ്ങനെ പ്രൊപ്പോർഷണലായിട്ടും അല്ലാതെയും ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും, ക്ലിയർ, അല്ലെങ്കിൽ ഡയറക്റ്റ് പ്രൊപ്പോർഷണലായിട്ടും അതുപോലെ തന്നെ ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ അല്ലാതെയും ഒക്കെ ഉള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. ഇതാണ് നമ്മൾ തിയറം കൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ? എന്തൊക്കെയാണ് അങ്ങനെ ബോണ്ട് പ്രൈസിനെ സ്വാധീനിക്കാവുന്ന ഘടകം? അപ്പോൾ ഒരു ബോണ്ടിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും നമുക്ക് 5 ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് വരുന്നത്. ക്ലിയർ? അതിൽ 4 ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് പ്രൈസ് വരിക. എന്തൊക്കെയാണ് ഘടകങ്ങൾ? സോ ഫാക്ടർ നമ്പർ 1 എന്ന് പറയുന്നതിൻ്റെ മാർക്കറ്റ് പ്രൈസ് തന്നെയാണ്, MP. ക്ലിയർ? മാർക്കറ്റ് പ്രൈസ്. നമ്പർ 2 എന്ന് പറയുന്നത് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, മാർക്കറ്റ് ഇൻട്രസ്റ്റ്. ഓക്കെ. നമ്പർ 3 എന്ന് പറയുന്നത് അതിൻ്റെ ഈൽഡ് ടു മെച്യൂരിറ്റി അല്ലെങ്കിൽ ബോണ്ട് ഈൽഡ് എന്ന് പറയുന്നത്, ഈൽഡ് ടു മെച്യൂരിറ്റി. ഓക്കെ. അടുത്ത 4ാമത്തെ ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ കൂപ്പൺ റേറ്റ് ആണ്, കൂപ്പൺ റേറ്റ്. ക്ലിയർ? 5ാമത്തെ ഘടകം ഫൈനലി എന്ന് പറയുന്നത് മെച്യൂരിറ്റി പീരീഡാണ്, ബോണ്ടിൻ്റെ മെച്യൂരിറ്റി പീരീഡ്. ഓക്കെ. അപ്പം എന്തൊക്കെയാണ് ഈ 5 ഘടകങ്ങളെന്ന് നമ്മൾ നോക്കിയല്ലേ? സോ വാട്ട് ആർ ദ 5 ഫാക്ടേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് എ ബോണ്ട്, or 5 essential factors of a bond that is having or that are interrelated. Clear? They are current market price or market price. Second one is market interest rate or interest prevailing in the market. Number 3, yield to maturity or simply yield. Clear? Then number 4, coupon rate of the bond. Then number 5, maturity period. Clear? Years to maturity. എത്ര വർഷമാണ് മെച്യൂരിറ്റിക്കുള്ളത്, റിഡീം ചെയ്യാനുള്ള വർഷം എത്ര, ക്ലിയർ, എത്ര വർഷത്തെ കഴിഞ്ഞാൽ റിഡീം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഈൽഡ് ടു മെച്യൂരിറ്റി അല്ലെങ്കിൽ മെച്യൂരിറ്റി പീരീഡ്. അപ്പോൾ മെച്യൂരിറ്റി പീരീഡിൻ്റെ ഇയേഴ്സ് അതും. ഓക്കെ. ഇതിൽ മാർക്കറ്റ് പ്രൈസിനെ സ്വാധീനിക്കാവുന്ന എല്ലാ ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? മാർക്കറ്റ് പ്രൈസിനെ സ്വാധീനിക്കുന്നു. ഓക്കെ. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുവരാൻ 5 തിയറംസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ. അങ്ങനെയുള്ള ആ തിയറത്തിനെയാണ് എന്ത് പറയുന്നത്? ബോണ്ട് പ്രൈസ് തിയറംസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ. ശരി, നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലേ? ഇതിനൊക്കെ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം. നമ്മൾ പ്രോബ്ലംസും ബോണ്ട് വാല്യുവേഷനൊക്കെ ചെയ്ത് നോക്കുമ്പോഴൊക്കെ നേരത്തെ പറഞ്ഞതാണ് അല്ലേ? ചില ഘടകങ്ങൾക്ക്
ചില വേരിയേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ചില ഇതിനനുസരിച്ച് മാർക്കറ്റ് പ്രൈസിൽ വ്യത്യാസം വരാം എന്നൊക്കെ നമ്മൾ നേരത്തെ നോക്കുകയുണ്ടായി. ഓക്കെ, ആ നോക്കുന്നത് തന്നെയാണ് ഇവിടെയും നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞു ബോണ്ടിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഫേസ് വാല്യൂവിന് തുല്യമായിട്ട് നിൽക്കുന്നത് അല്ലേ, എപ്പോഴായിരിക്കും കൂപ്പൺ റേറ്റും അതിൻ്റെ കറണ്ട് ഈൽഡും YTM ഒക്കെ തുല്യമായിരിക്കും അല്ലേ. അപ്പോൾ പാറിൽ തന്നെ ഇഷ്യൂ ചെയ്തൊരു ബോണ്ട് പാറിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ കൂപ്പൺ റേറ്റ് എടുത്താലും ഒരു റേറ്റ് കിട്ടും അല്ലേ. അതുപോലെ തന്നെ കറണ്ട് ഈൽഡ് എടുത്താലും ഒരു റേറ്റ് കിട്ടും, YTM എടുത്താലും ഒരു റേറ്റ് തന്നെ കിട്ടും, ഒരേ റേറ്റ് ആയിരിക്കും മൂന്നും. ക്ലിയർ? അപ്പം ഇത് ഒരു റിലേഷൻഷിപ്പാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ മറ്റുള്ള ഫാക്ടേഴ്സും വരുന്നത്. ക്ലിയർ? ദെൻ മാർക്കറ്റിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എന്താ? മാർക്കറ്റിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് നമുക്കറിയാം, ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് മാറിക്കൊണ്ടേയിരിക്കുന്നു അല്ലേ. ബാങ്കുകൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാറുണ്ട്, കുറയ്ക്കാറുണ്ട് അല്ലേ. RBI അതിൻ്റെ ക്രെഡിറ്റ് പോളിസിയുടെ ഭാഗമായിട്ട് ചില അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും, ഇൻട്രസ്റ്റ് റേറ്റ് കുറയും അല്ലേ. റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റൊക്കെ റിവൈസ് ചെയ്യുന്ന അവസരത്തിൽ ഇതിൽ വ്യത്യാസം വരാം. അപ്പം ഇങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മാർക്കറ്റിൽ അല്ലെങ്കിൽ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ക്ലിയർ? അപ്പോൾ മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ ബോണ്ടിൻ്റെ പ്രത്യേകത എന്താ? ബോണ്ട് അല്ലെങ്കിൽ ഡിബഞ്ചറിൻ്റെ പ്രത്യേകത എന്താ? ഫിക്സഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺ കൊടുക്കുന്നതാണ് അല്ലേ. അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് മുൻകൂട്ടി തന്നെ നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ മാർക്കറ്റിൽ കൂടിയാലും കുറഞ്ഞാലും എന്ത് ചെയ്യണം? അതേ റേറ്റ് തന്നെ കൊടുക്കണം. ക്ലിയർ? അങ്ങനെ കൊടുക്കേണ്ടത് കൊണ്ട് ബോണ്ടിൻ്റെയോ ഡിബഞ്ചറിൻ്റെയോ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്, കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത് എന്താ? ഫിക്സഡ് ആണ് അല്ലേ. പക്ഷേ മാർക്കറ്റിൽ എന്താണ്? ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യുന്നു? വേരി ചെയ്തുകൊണ്ടിരിക്കുന്നു, മാറിക്കൊണ്ടിരിക്കാം, അത് കൂടാം കുറയാം. ക്ലിയർ? ഇങ്ങനെ വരാവുന്നത് കൊണ്ടാണ് മാർക്കറ്റ് പ്രൈസും ഇൻട്രസ്റ്റ് റേറ്റും തമ്മിൽ റിലേഷൻഷിപ്പ് ഉള്ളത്. എന്ത് റിലേഷൻഷിപ്പാണ് ഉള്ളത്? ബോണ്ട് പ്രൈസ് തിയറം നമ്പർ 1 പറയുന്നു. ക്ലിയർ? എന്താണ് അതിൽ പറയുന്നത്? ഒരു ബോണ്ടിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് അതിൻ്റെ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റുമായിട്ട് ഇൻവേഴ്സ് ആയിട്ട് റിലേഷൻസ് ഉണ്ട്. സോ ദേ ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ്. എന്താ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് കൊണ്ട് മീൻ ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ്. എന്താ ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ്? ദാറ്റ് ഈസ് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാൽ, if the market interest rate has decreased, clear, then what will happen to the market price of a bond? The market price of a bond will increase. Clear? So there will be a corresponding increase. There will be an increase in the current market price of a bond if market interest rate falls. Clear? Interest rate കൂടിയാൽ എന്ത് സംഭവിക്കും? മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയെന്ന് വിചാരിക്കുക. ഇപ്പോഴുള്ള മാർക്കറ്റ് പ്രൈസ്, ക്ലിയർ, ബോണ്ടിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്? യെസ്, നിങ്ങൾ വിചാരിച്ചത് തന്നെയാണ്, അത് കുറയും അല്ലേ, ഡിക്രീസ് ചെയ്യും. സോ whenever there is an increase in interest rate, market interest rate, okay, then the market price will decrease. When there is a decrease in the market interest rate, then the market price of a bond will increase. Clear? So first നമ്മൾ തിയറം എന്താണ് പറയുന്നത്? That is inverse relationship between what? The inverse relationship between market price of a bond and market interest rate. So that is the first thing. So what is first one? The inverse relationship, okay, of price and interest rate. Interest rate ഉം പ്രൈസും തമ്മിലുള്ള inverse relationship. So that is the theorem number 1. Clear? Then രണ്ടാമത്തെ എന്താണ്? ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ബോണ്ടിൻ്റെ പ്രൈസിന് ഓക്കെ അതിൻ്റെ ഈൽഡുമായിട്ട് ബന്ധമുണ്ട്. ഓക്കെ, ഈ ഈൽഡ് തന്നെ അതിൻ്റെ മെച്യൂരിറ്റി പീരീഡുമായിട്ട് ബന്ധമുണ്ട്. ക്ലിയർ? അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈൽഡും മെച്യൂരിറ്റി പീരീഡുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു ബോണ്ടിൻ്റെ പ്രൈസ്, ക്ലിയർ, അതെന്ത് ചെയ്യുന്നു? മെച്യൂരിറ്റി അടുത്ത് ആകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? വേരി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ക്ലിയർ? അത് ഫോർ എക്സാമ്പിൾ ബോണ്ടിൻ്റെ പ്രൈസ് ഇപ്പോൾ 900 രൂപയാണെന്ന് വിചാരിക്കുക, 1000 രൂപയുടെ ഒരു ബോണ്ടാണെന്ന് വിചാരിക്കുക. എൻ്റെ മെച്യൂരിറ്റി പീരീഡ് അടുക്കും തോറും അതതിൻ്റെ ഫേസ് വാല്യൂയിലേക്ക് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ക്ലിയർ? അപ്പോൾ 900 980 ആവും, അതുപോലെ തന്നെ 950 ആവും,
70 ആവും, 80 ആവും, 90 ആവും. പിന്നെ മെച്യൂരിറ്റി പീരീഡിൻ്റെ ആ സമയം എടുക്കുമ്പോൾ എന്താവും 1000 രൂപയായിട്ട് മാറും. ക്ലിയർ? ഇങ്ങനെ മെച്യൂരിറ്റി പീരീഡ് അടുക്കുന്നതിനനുസരിച്ച്, ക്ലിയർ, ആസ് ദ ടൈം ടു മെച്യൂരിറ്റി ഓർ പീരീഡ് ടു മെച്യൂരിറ്റി ആർ നിയറിങ്, ക്ലിയർ, ദ ബോണ്ട് പ്രൈസ് വിൽ ചേഞ്ച്, ക്ലിയർ, ഓർ റിഫ്ലക്ട്സ് ടു ഇറ്റ്സ് റിഡംഷൻ വാല്യൂ. ഫേസ് വാല്യൂ ആണെങ്കിൽ ഫേസ് വാല്യൂ, അല്ലെങ്കിൽ മറ്റ് റിഡംഷൻ വാല്യൂ എക്സ്ട്രാ പ്രീമിയം ഉണ്ടെങ്കിൽ ആ പ്രീമിയത്തിലേക്ക്. അപ്പോൾ അതിലേക്ക് അടുത്തടുത്ത് വരും. ക്ലിയർ? അപ്പോൾ ഈൽഡ് ടു മെച്യൂരിറ്റി നമ്മൾ നോക്കുകയാണെങ്കിലും ഇതിൻ്റെ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ, സോ ദർ ഈസ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഓഫ് പ്രൈസ് ആൻഡ് ഇറ്റ്സ് മെച്യൂരിറ്റി. പ്രൈസും മെച്യൂരിറ്റിയും തമ്മിൽ എന്തുണ്ട്? അപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ? അതാണ് വേറൊരു പ്രധാനപ്പെട്ട തിയറമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ? അപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് ബോണ്ടും അതിൻ്റെ മെച്യൂരിറ്റി പീരീഡും തമ്മിൽ എന്തുണ്ട്? ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട് നമുക്ക് പറയാം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് മാറുന്നതിനനുസരിച്ച്, മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ബോണ്ടിൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുന്ന നമ്മൾ പഠിച്ചു. പക്ഷേ ഇത് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ റേറ്റ് എന്തല്ല, സെയിം അല്ല. ക്ലിയർ? ദ സെൻസിറ്റിവിറ്റി ടു ചേഞ്ച്, ദി സെൻസിറ്റിവിറ്റി ടു ചേഞ്ച്, ക്ലിയർ, in respect of a change in the market interest rate, clear, for a market price of a bond is disproportional. Clear? ഇൻട്രസ്റ്റ് റേറ്റ് മാറുന്നതിനനുസരിച്ച് അതേ പ്രൊപ്പോർഷനിലായിരിക്കില്ല മാർക്കറ്റ് പ്രൈസ് എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. പകരം എന്തായിരിക്കും? ഫോർ എക്സാമ്പിൾ മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞെന്ന് വിചാരിക്കുക, ബോണ്ടിൻ്റെ പ്രൈസ് കൂടും, അല്ലേ? ആ കൂടുന്നതിൻ്റെ റേറ്റ് വളരെ കൂടുതലായിരിക്കും. റേറ്റ് ഓഫ് ഇൻക്രീസ്, the proportionate rate of increase, clear, in the market price, clear, corresponding to a proportionate increase in the interest rate, in a decrease in the interest rate is അതെങ്ങനെയുള്ളതായിരിക്കും? ഒരു ഹയർ മാഗ്നിറ്റ്യൂഡിലായിരിക്കും. ക്ലിയർ? ഹയർ പ്രൊപ്പോർഷനിലായിരിക്കും. ഓക്കെ. പക്ഷേ മാർക്കറ്റിലോ ഇൻട്രസ്റ്റ് റേറ്റ് ഫോൾ ചെയ്തെന്ന്, ദാറ്റ് ഈസ് കൂടി എന്ന് വിചാരിക്കുക. അപ്പോൾ ബോണ്ടിൻ്റെ പ്രൈസ് എന്ത് ചെയ്യണം? കുറയണം. പക്ഷെ അങ്ങനെ കുറയും, പക്ഷെ കുറയുന്നതിൻ്റെ പ്രപ്പോർഷൻ എന്തായിരിക്കില്ല, അത്രത്തോളം ഹയർ പ്രപ്പോർഷനിലായിരിക്കില്ല. പകരം എന്തായിരിക്കും? ഒരു ഡിമിനിഷിങ് പ്രപ്പോർഷനിലായിരിക്കും കുറഞ്ഞു വരിക. ക്ലിയർ? അപ്പം ഇങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ്, മാർക്കറ്റിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്തതിനനുസരിച്ച് മാർക്കറ്റ് പ്രൈസ് മാറാനുള്ള സെൻസിറ്റിവിറ്റി ടു ചേഞ്ച്, ക്ലിയർ, അതെന്താണ്? വ്യത്യാസമുണ്ട്. ഓക്കെ. അപ്പോൾ അതാണ് സെൻസിറ്റിവിറ്റി ഓഫ് ഷെയർ പ്രൈസ് for a change in the interest rates, clear, is disproportional. Clear? എങ്ങനെ ഡിസ്പ്രപ്പോർഷണൽ എന്ന് പറയാൻ കാരണം, അത് ഇൻക്രീസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റും ഡിക്രീസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റും വരുന്ന സമയത്ത് ബോണ്ടിൻ്റെ പ്രൈസിലുള്ള ചേഞ്ചിൽ വ്യത്യാസം വരും. ക്ലിയർ? ഓക്കെ. സോ ദാറ്റ് ഈസ് അനദർ പോയിന്റ് ഓർ അനദർ തിയറം. ദെൻ അടുത്തൊരു കാര്യം എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ദ പ്രൈസ് ഇൻ റിലേഷൻ ടു ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻട്രസ്റ്റ് റേറ്റ് മാറുന്നതിനനുസരിച്ച്, ക്ലിയർ, ബോണ്ടിൻ്റെ പ്രൈസ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും, അല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. പക്ഷേ അങ്ങനെ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ പ്രപ്പോർഷൻ അതും വ്യത്യാസമുണ്ട്. ക്ലിയർ? എന്താ അതിൻ്റെ പ്രപ്പോർഷൻ എന്ന് പറയാൻ കാരണം? നമുക്കറിയാം, ബോണ്ടിൻ്റെ ഇൻട്രസ്റ്റ്, ദാറ്റ് ഈസ് മാർക്കറ്റിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് 1% കൂടി, അപ്പോൾ ബോണ്ടിൻ്റെ പ്രൈസ് എന്ത് ചെയ്യണം? 1% കുറയണം, അല്ലേ? അങ്ങനെയാണോ കുറയുക? അല്ല. ക്ലിയർ? അപ്പോൾ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ളൊരു ചേഞ്ച് ആയിരിക്കും അതിൽ വരിക. മാർക്കറ്റ് ഇൻട്രസ്റ്റ് കുറയുന്നതിനനുസരിച്ച് വളരെ കൂടുതലായിട്ട് വരും, അല്ലേ? അതുപോലെ തന്നെ മാർക്കറ്റ് ഇൻട്രസ്റ്റ് കൂടുന്നതിനനുസരിച്ച് കുറഞ്ഞ രീതിയിലാണെങ്കിലും ചേഞ്ച് ചെയ്യും. ക്ലിയർ? മാർക്കറ്റിൻ്റെ പ്രൈസ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അപ്പം ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ദെൻ അതുപോലെ തന്നെയാണ് മാർക്കറ്റ് പ്രൈസ് ആൻഡ് കൂപ്പൺ റേറ്റ്. കൂപ്പൺ റേറ്റും അതിൻ്റെ മാർക്കറ്റ് പ്രൈസും തമ്മിൽ ബന്ധമുണ്ട്, അല്ലേ? ഏതുമായി ബന്ധപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഈൽഡ് ടു മെച്യൂരിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്. മാർക്കറ്റിലുള്ള ഇൻട്രസ്റ്റ് റേറ്റിനനുസരിച്ച് കൂപ്പൺ റേറ്റ് എത്രയാണോ, ക്ലിയർ, അതിനനുസരിച്ചിട്ടായിരിക്കും ഷെയറിൻ്റെ പ്രൈസ് വരിക. ക്ലിയർ? അപ്പോൾ കൂപ്പൺ റേറ്റിനും മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റിനും തമ്മിലുള്ള വേരിയേഷൻ അനുസരിച്ച് YTMൽ ചേഞ്ച് വരും, അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൈസിലും ചേഞ്ച്. കാരണം മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്ററാണിത് YTM, അല്ലേ? ഇപ്പോൾ YTM കുറയുകയും കൂടുകയും ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? മാർക്കറ്റ് പ്രൈസ് കൂടും. ക്ലിയർ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ YTM വളരെ കുറവാണെന്ന് വിചാരിക്കുക, മാർക്കറ്റ് പ്രൈസ് കൂടും. ക്ലിയർ? YTM വളരെ കൂടുതലാണെന്ന് വിചാരിക്കുക, മാർക്കറ്റ് പ്രൈസ് എന്ത് ചെയ്യും? കുറയാനുള്ള സാധ്യതയുണ്ട്. ക്ലിയർ? അപ്പം ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാം. അതുപോലെ കൂപ്പൺ റേറ്റിനും അതുണ്ട്.
അതുപോലെ മെച്യൂരിറ്റി പീരീഡിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. അപ്പം ഇങ്ങനെ കുറേ തിയറീസാണ് എന്തുമായി ബന്ധപ്പെട്ടുള്ളത്, ബോണ്ട് പ്രൈസ് തിയറംസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഈ വൊളാറ്റിലിറ്റി ഓഫ് ചേഞ്ച് അല്ലെങ്കിൽ വൊളാറ്റിലിറ്റി ഓഫ് ബോണ്ട് പ്രൈസ് ക്ലിയർ ഇൻ റിലേഷൻസ് ടു ഇറ്റ്സ് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്, yield to maturity, കൂപ്പൺ റേറ്റ് ക്ലിയർ, അതുപോലെ തന്നെ മെച്യൂരിറ്റി പീരീഡ്, നിയർനെസ് ടു മെച്യൂരിറ്റി പീരീഡ്, ഇതിനെയാണ് ബോണ്ട് പ്രൈസ് തിയറംസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, താഴെ നിങ്ങൾ തിയറംസ് ഒക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. തിയറം നമ്പർ 1, തിയറം നമ്പർ 2, തിയറം നമ്പർ 3, തിയറം നമ്പർ 4, തിയറം നമ്പർ 5 ക്ലിയർ, ഇങ്ങനെ 5 തിയറം ഉണ്ട്. സ്റ്റഡി മെറ്റീരിയൽസ് നമുക്ക് അയച്ചു തരുന്നുണ്ട്, ഒന്ന് നന്നായിട്ട് വായിച്ച് നോക്കുക. ക്ലിയർ. അപ്പോൾ നിങ്ങളുടെ കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തത്. ഓക്കെ, എന്താണ് തിയറം നമ്പർ 1 സ്റ്റേറ്റ് ചെയ്യണമെന്ന് നോക്കാം. ക്ലിയർ. എന്താ തിയറം നമ്പർ 1 പറയണത്? സോ തിയറം 1, ബോണ്ട് പ്രൈസ് ആൻഡ് ബോണ്ട് yield മൂവ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ബോണ്ട് പ്രൈസും ബോണ്ടിൻ്റെ ഈൽഡും, ഈൽഡ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് yield to maturity എന്ന് വേണമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വേണമെങ്കിൽ എടുക്കുക, ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വേണമെങ്കിൽ എടുക്കുക. ക്ലിയർ. സോ ബോണ്ട് പ്രൈസ് ആൻഡ് ബോണ്ട് yield മൂവ്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ. ഒന്ന് കൂടുമ്പോൾ വേറൊന്ന് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഒന്ന് കുറയുമ്പോൾ വേറൊന്ന് എന്ത് ചെയ്യും? കൂടും. ക്ലിയർ. അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് ഡയറക്ഷനിൽ മൂവ് ചെയ്യാനുള്ള ഇതിൻ്റെ ടെൻഡൻസി. ഇതൊക്കെ തമ്മിൽ ബോണ്ട് yield അല്ലെങ്കിൽ yield to maturity, അതുപോലെ തന്നെ ബോണ്ടിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റും അതിൻ്റെ പ്രൈസ്. ക്ലിയർ. റൈറ്റ്. തിയറം നമ്പർ 2, for a given change in the bond yield to maturity, the longer the term to maturity of the bond, greater will be the magnitude of change in the bond price. Clear. ഇപ്പോൾ yield to maturity ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുക, ബോണ്ട് yield ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ബോണ്ടിൻ്റെ പ്രൈസ് എന്ത് ചെയ്യും? മാറും അല്ലേ. അങ്ങനെ മാറുന്നത് അതിൽ പ്രപ്പോർഷണൽ വ്യത്യാസമുണ്ട്. എന്തിനനുസരിച്ചിട്ടാണ് വ്യത്യാസം വരുന്നത്? നിയർനെസ് ടു മെച്യൂരിറ്റി. ക്ലിയർ. മെച്യൂരിറ്റി പീരീഡ് ആവുന്നതിനനുസരിച്ച്. ക്ലിയർ. ടേം ടു മെച്യൂരിറ്റി അടുത്തതാണോ കൂടുതലാണോ അല്ലേ. ഇപ്പം 5 വർഷമുള്ളൊരു ബോണ്ടിന് ഇനി 4 വർഷം ബാക്കിയുണ്ട് അല്ലേ. അപ്പോഴുള്ളൊരു പ്രൈസ് ആയിരിക്കില്ല 3 വർഷം ബാക്കി ഉണ്ടാകുമ്പോൾ, അപ്പോഴുള്ള പ്രൈസ് ആയിരിക്കില്ല 2 വർഷം ബാക്കി ഉണ്ടാകും. ക്ലിയർ. ഇങ്ങനെ മെച്യൂരിറ്റി പീരീഡിൻ്റെ നിയർനെസ്സിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ക്ലിയർ ബോണ്ടിൻ്റെ പ്രൈസിൽ വേരിയേഷൻസ് വരാം. എന്തിനനുസരിച്ച്? ബോണ്ട് yield-നനുസരിച്ച്. സോ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ബോണ്ട് for a given change in the bond price, bond yield to maturity, bonds yield to maturity, the longer term to the maturity period of the bond, the greater will be the magnitude in the change of the bond price. Clear. അപ്പോൾ ബോണ്ട് പ്രൈസ് വളരെ കൂടുതൽ മാറും എപ്പോൾ? അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് ലോങ്ങർ ആണെങ്കിൽ. ക്ലിയർ. ബോണ്ടിൻ്റെ പ്രൈസ് വളരെ കുറച്ചായിട്ടേ ചേഞ്ച് ചെയ്യാൻ സാധ്യതയുള്ളൂ. എപ്പോഴാണെങ്കിൽ അത് നിയർനെസ് ടു മെച്യൂരിറ്റി പീരീഡ് അടുക്കുന്നു. 1 വർഷം മാത്രമേ ഉള്ളൂ, 6 മാസമേ ഉള്ളൂ, 3 മാസമേ ഉള്ളൂ. ക്ലിയർ. അപ്പോൾ വലുതായിട്ടൊന്നും ചേഞ്ച് ചെയ്യില്ല. എന്താ കാരണം? പിന്നെ ചേഞ്ച് ചെയ്യാനില്ല അല്ലേ. ചേഞ്ച് ചെയ്തിട്ട് മാർക്കറ്റിൽ കറക്ഷനൊന്നും ഇനി സാധ്യമല്ല. പകരം എന്ത് ചെയ്യും? മെച്യൂരിറ്റി പീരീഡ് ആയിക്കഴിഞ്ഞാൽ എൻ്റെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ റിഡംഷൻ വാല്യൂ കിട്ടും. ക്ലിയർ. അതുകൊണ്ട് സെൻസിറ്റിവിറ്റി ഓഫ് ബോണ്ട് പ്രൈസ് ചേഞ്ച് ക്ലിയർ ഇൻ റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ദ yield ക്ലിയർ, അതിലെന്തുണ്ട്? വ്യത്യാസം. ക്ലിയർ. അതെന്ത് ചെയ്യുന്നു? ഒരു ഹയർ മാഗ്നിറ്റ്യൂഡിൽ ലോങ്ങർ മെച്യൂരിറ്റി ഉണ്ടാകുമ്പോൾ മാറും. ക്ലിയർ. ലോവർ മാഗ്നിറ്റ്യൂഡിലായിരിക്കും അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് ഷോർട്ടൻ ചെയ്ത് വരുമ്പോൾ മാറും. ക്ലിയർ. സോ ദാറ്റ് ഈസ് തിയറം നമ്പർ 2. തിയറം നമ്പർ 3. സോ വാട്ട് ഈസ് തിയറം നമ്പർ 3 says? So for a given change in the bond yield to maturity, for a given change in the bonds yield to maturity, the size of change clear of the bond price increases at a diminishing rate as the bonds term to maturity lengthens. Clear. അതുപോലെ തന്നെയാണ് ബോണ്ടിൻ്റെ ടേം ടു മെച്യൂരിറ്റി ലെങ്തൻ ചെയ്യുന്നതിനനുസരിച്ച് ക്ലിയർ ബോണ്ടിൻ്റെ ഈൽഡിൽ വരുന്ന ഒരു ചേഞ്ച്, ഫോർ എ ഗിവൺ ചേഞ്ച് ഇൻ ദ ബോണ്ട് ഈൽഡ് ടു മെച്യൂരിറ്റി, YTM വരുന്ന ഒരു ചേഞ്ച്, ബോണ്ടിൻ്റെ ഈൽഡിൽ വരുന്ന ഒരു ചേഞ്ച്, ദ സൈസ് ഓഫ് ചേഞ്ച് ഇൻ ദ ബോണ്ട് പ്രൈസ് ഇൻക്രീസസ്. ക്ലിയർ. അവിടെ ഇൻക്രീസ് ചെയ്യുന്ന ബോണ്ടിൻ്റെ പ്രൈസ്, ബോണ്ടിൻ്റെ ഈൽഡ് കുറയുമ്പോൾ ബോണ്ടിൻ്റെ പ്രൈസ് എന്ത് ചെയ്യും? കൂടും. ക്ലിയർ. ഇങ്ങനെ കൂടുന്നതിൻ്റെ പെർസെൻറ്റേജ് ഇൻക്രീസ് വളരെ കൂടുതലായിരിക്കും. ക്ലിയർ. എപ്പോഴാണെങ്കിൽ ബോണ്ടിൻ്റെ മെച്യൂരിറ്റി പീരീഡ് കൂടുതലാണെങ്കിൽ. മെച്യൂരിറ്റി പീരീഡ് കുറയും തോറും എന്ത് ചെയ്യും? അത് ചേഞ്ച് ചെയ്യാനുള്ള അതിൻ്റെ സെൻസിറ്റിവിറ്റി കുറയും. ക്ലിയർ. സോ ദാറ്റ് ഈസ് തിയറം നമ്പർ 3. തിയറം നമ്പർ 4 എന്താണ് പറയുന്നത്? ഫോർ എ ഗിവൺ ചേഞ്ച് ഇൻ ദ ബോണ്ട്സ് yields to maturity, the absolute magnitude of the resulting change in the bond price is inversely related to the
ബോണ്ട്സ് കൂപ്പൺ റേറ്റ്. ഇനി YTM ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുക അല്ലേ. നമുക്കറിയാം ബോണ്ട് പ്രൈസ് നമ്മൾ പ്രസൻറ്റ് വാല്യൂ മെത്തേഡിലൂടെ കാൽക്കുലേറ്റ് ചെയ്യും. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്? സമ്മേഷൻ ഓഫ് C ഡിവൈഡ് ബൈ 1 + YTM ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എല്ലാ കൂപ്പൺ റേറ്റ് എടുക്കും പ്ലസ് റിഡംഷൻ വാല്യൂ എടുക്കും. അപ്പോൾ റിഡംഷൻ്റെ വാല്യൂ ഒരു ഘടകം, അതുപോലെ തന്നെ വേറെ എന്താണ് കൂപ്പൺ റേറ്റ്. ക്ലിയർ. അപ്പോൾ കൂപ്പൺ റേറ്റിലുള്ള മാറ്റം ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ദ ബോണ്ട്സ് കൂപ്പൺ റേറ്റ്. ഇപ്പോൾ ഇവിടെ പറയുന്നത് YTMലുള്ള ചേഞ്ചസ്. ക്ലിയർ. ദാറ്റ് ഈസ് എ ഗിവൺ ചേഞ്ച് ഇൻ ദ ബോണ്ട്സ് ഈൽഡ്. ബോണ്ടിൻ്റെ ഈൽഡിൽ വരുന്ന മാറ്റം ദ അബ്സല്യൂട്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ചേഞ്ച് റിസൾട്ടിങ് ചേഞ്ച് ഇൻ ദ ബോണ്ട്സ് പ്രൈസ് ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ദ കൂപ്പൺ റേറ്റ്. ക്ലിയർ. കൂപ്പൺ റേറ്റ് കുറവാണെങ്കിൽ അല്ലേ, ഏതിനേക്കാളും YTMനേക്കാളും കുറവാണെങ്കിൽ, നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ്, കൂപ്പൺ റേറ്റ്, കറണ്ട് ഈൽഡ് അല്ലേ, YTM, ഇങ്ങനെയൊക്കെ നമ്മൾ പഠിക്കേണ്ടായി അല്ലേ. അപ്പോൾ YTM വളരെ കൂടുതലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ബോണ്ടിൻ്റെ പ്രൈസ് എന്ത് ചെയ്യും? അതിനനുസരിച്ച് കുറയും. ക്ലിയർ. കൂപ്പൺ റേറ്റിനനുസരിച്ച് കൂപ്പൺ റേറ്റും അല്ലേ, അതുപോലെ തന്നെ ബോണ്ടിൻ്റെ പ്രൈസൊക്കെ അതിനനുസരിച്ച് കുറയും. ക്ലിയർ. അപ്പോൾ ഈ രീതിയിൽ വേണം നമുക്കതിനെ എടുക്കാം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ബോണ്ടിൻ്റെ കൂപ്പൺ റേറ്റ്, അതുപോലെ തന്നെ ബോണ്ടിൻ്റെ ഈൽഡ് അല്ലെങ്കിൽ ഈൽഡ് ടു മെച്യൂരിറ്റി, അതുപോലെ തന്നെ ബോണ്ടിൻ്റെ പ്രൈസ്, ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഓക്കെ. അത് നമ്മൾ നേരത്തെ ഒരു 3 പോയിൻ്റായിട്ട് നോക്കിയതാണ്. ക്ലിയർ. അപ്പോൾ ആ ടേബിൾ കൂടെ നിങ്ങൾ ഒന്ന് വേണമെങ്കിൽ റെഫർ ചെയ്യാം. ഓക്കെ. ഇവിടെ ഏത് സമയത്തായിരുന്നു നമ്മൾ നോക്കിയത്? നമുക്കറിയാമല്ലോ അല്ലേ. ബോണ്ടിൻ്റെ YTM നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യണ്ടായി. എന്താ ഡിസ്കസ് ചെയ്തത്? ദാറ്റ് ഈസ് ബോണ്ടിൻ്റെ മാർക്കറ്റ് പ്രൈസിൻ്റെ വരുന്ന വ്യത്യാസമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് അല്ലേ. കൂപ്പൺ റേറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ കറണ്ട് ഈൽഡ് ഗ്രേറ്റർ ദാൻ YTM അല്ലേ. അപ്പോൾ YTMനേക്കാളും കൂടുതലായിരിക്കും കറണ്ട് ഈൽഡിനേക്കാളും കൂടുതലായിരിക്കും കൂപ്പൺ റേറ്റിനേക്കാളും കൂടുതൽ അല്ലേ. കൂപ്പൺ റേറ്റ് എപ്പോഴാണെങ്കിൽ ഫേസ് വാല്യൂവിനേക്കാളും കൂടുതൽ വിലയ്ക്ക് മാർക്കറ്റ് പ്രൈസ് വരും. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കുക. പ്രീമിയം എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻക്രീസ് ഇൻ ദ മാർക്കറ്റ് പ്രൈസാണ്. അപ്പോൾ YTM എന്തായിരിക്കും? കുറവായിരിക്കും വരിക. അപ്പോൾ YTM എപ്പോഴാണ് കൂടുതൽ വരിക അല്ലേ? മാർക്കറ്റ് പ്രൈസ് കുറയുമ്പോൾ. ക്ലിയർ. അങ്ങനെയാണ് വരിക. അപ്പോൾ YTM വിൽ ബി അല്ലേ. YTM കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം? നമ്മുടെ മാർക്കറ്റ് പ്രൈസ് ഡിസ്കൗണ്ടഡ് പ്രൈസ് ആയിട്ട് മാറും, അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് ഫേസ് വാല്യൂവിനേക്കാളും കുറയും. ക്ലിയർ. അപ്പോൾ ഇങ്ങനെ ഇവിടെ കൂപ്പൺ റേറ്റ്, ഓക്കെ, YTM, അതുപോലെ തന്നെ പ്രൈസ്, ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് തിയറത്തിൽ പറയണത്. സോ വീണ്ടും നമുക്ക് തിയറത്തിലേക്ക് വരാം. ബോണ്ട് പ്രൈസ് തിയറംസ്. ഓക്കെ. So, for a given change in the bond yield's maturity, the absolute magnitude of resulting change in the bond price is inversely related to the bond's coupon rate. Theorem 5. So, for a given absolute change in the bond's yield to maturity, the magnitude of the price increase caused by a decrease in the yield is greater than the price decrease caused by an increase in the yield. Clear? അപ്പോൾ ഇവിടെ പറയുന്നത് magnitude of the price increases caused by an increase in a decrease in the yield is greater than. Clear? നമ്മൾ മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു എന്ന് വിചാരിക്കുക അല്ലേ. അപ്പോൾ ബോണ്ടിൻ്റെ പ്രൈസ് എന്ത് ചെയ്യും? കൂടും അല്ലേ. അങ്ങനെ കൂടുന്നതിൻ്റെ പ്രപ്പോർഷൻ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. ക്ലിയർ. ഇപ്പോൾ 1% ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാൽ തന്നെ വളരെ കൂടുതൽ ബോണ്ട് പ്രൈസിൻ്റെ വില വളരെ കൂടുതൽ മാറും. ക്ലിയർ. ഹയറായിട്ട് മാറും. പക്ഷേ ബോണ്ടിൻ്റെ ഈൽഡ് കൂടി എന്ന് വിചാരിക്കുമ്പോൾ മാർക്കറ്റ് പ്രൈസ് എന്ത് ചെയ്യണം? ഡിക്രീസ് ചെയ്യണം. പക്ഷെ അത്രത്തോളം എന്ത് ചെയ്യില്ല, മാർക്കറ്റ് പ്രൈസ് ഡിക്രീസ് ചെയ്യില്ല. ഇൻക്രീസ് ചെയ്ത് അതേ പ്രപ്പോർഷനിൽ ഡിക്രീസ് ചെയ്യില്ല. ക്ലിയർ. പകരം എന്തായിരിക്കും? ഇപ്പോൾ 1% മാർക്കറ്റ് റേറ്റ് കൂടി, ഇൻട്രസ്റ്റ് റേറ്റ് കൂടി എന്ന് വിചാരിക്കുക എങ്കിൽ അതേ പ്രപ്പോർഷനിൽ ഡിക്രീസ് ചെയ്യണം അല്ലേ. അങ്ങനെ ചെയ്യില്ല. പകരം എന്തായിരിക്കും? ലെസ് ദാൻ പ്രപ്പോർഷനായിട്ടായിരിക്കും മാർക്കറ്റ് പ്രൈസ് ഡിക്രീസ് ചെയ്യുക. ക്ലിയർ. അപ്പോൾ ഇതാണ് തിയറം നമ്പർ 5 എന്ന് പറയുന്നത്. ഇങ്ങനെ ബോണ്ടിൻ്റെ പ്രൈസ്, അതിൻ്റെ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഈൽഡ് ടു മെച്യൂരിറ്റി, അതിൻ്റെ കൂപ്പൺ റേറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ്, ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന 5 തിയറംസ്. ക്ലിയർ. അതിനാണ് ബോണ്ട് പ്രൈസ് തിയറം എന്ന് പറയുന്നത്. ക്ലിയർ. സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടാവും, അത് നോക്കുക. ക്ലിയർ. നോട്ട്സ് എഴുതിയെടുക്കുക, എന്നിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ.